ഹലോ അസ്സാം വലൈക്കും. അപ്പം നമ്മൾ എവിടെയെന്ന് വെച്ചാൽ ദുബായ് മാളിൻ്റെ പുറകിലാണ് കേട്ടോ ബുർജ് ഖലീഫ. ഇവിടുത്തെ എന്തത്ര തിരക്കെന്ന് വെച്ചാൽ ബുർജ് ഖലീഫ കാണാനുള്ള ആളുകളുമാണ്. ഇപ്പം വാട്ടർ ഡാൻസ് ഇപ്പം തുടങ്ങും. അതിൻ്റെ തിരക്കും അത് കാണാനുള്ള ആളുകളും ഒക്കെ കൂടെ ഉണ്ട്. ഇവിടെ എന്ത് തിരക്കാണോ! ഞാൻ പറഞ്ഞില്ലേ, ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഞാൻ വിചാരിക്കും ലോകത്തെ മൊത്തം ആളുകളും ഇവിടെ ആണോ എന്ന്. അത്രയും തിരക്കാണ് കേട്ടോ കാണുന്നത്. എന്തായാലും ശരി, വാട്ടർ ഡാൻസ് കാണുന്നതിന് മുന്നേ ഒരു ഐസ്ക്രീം കഴിക്കാൻ വിചാരിച്ചു. ഇതില്ലേ, എന്താ പറയുക, ടർക്കിഷ് അങ്ങനെയൊക്കെ പറയൂലേ. അയ്യോ, എനിക്കത് പറയാനൊന്നും അറിയില്ല കേട്ടോ. 10ാം ക്ലാസ്സും ഗുസ്തിയാണ്. ഇയാളിട്ട് കളിപ്പിക്കണ കേട്ടോ. ഐസ്ക്രീം ഇങ്ങനെ കൈ നീട്ടിയിട്ട് എനിക്കത് പെട്ടെന്ന് തട്ടിപ്പറിച്ച് വാങ്ങണമെന്നില്ല. പക്ഷെ എൻ്റെ മുഷ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഇനിയിപ്പോൾ വീഡിയോ എടുക്കുകയാണ് ഞാനിത് വാങ്ങണതും ഇയാളിട്ട് കളിപ്പിക്കണതും. ഇനിയിപ്പോൾ അതിലെങ്ങാനും അലമ്പാവ് വിചാരിച്ച് ഞാൻ ഭയങ്കര ഡീസൻറ്റിലാണ് നിൽക്കുന്നത്. എനിക്കത് അയ്യോ കണ്ടോ, ഇയാൾ കളിപ്പിക്കണത് കാണുന്നുണ്ടോ? അയ്യേ. എന്തായാലും കിട്ടി. അയ്യോ, നാട്ടിലത്തെ 2500 രൂപ എന്തിനെന്നറിയോ ഈ ഒരു ഐസ്ക്രീമിന്. എന്തായാലും അതൊക്കെ പോട്ടെ, ബുർജ് ഖലീഫ കണ്ടില്ലേ? എന്താല്ലേ, അതാ വാട്ടർ ഡാൻസും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ ഭംഗി! ഈ എത്രങ്ങാനും ആളുകളാണിത് കാണാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്യാനും. അയ്യോ, അത്ര ജനങ്ങൾ കേട്ടോ. വാട്ടർ ഡാൻസ് ഒന്നും പറയാനില്ല, അടിപൊളിയാണ് കേട്ടോ. എത്ര ടൈമാണെന്നോ, ഓരോ സമയമുണ്ട് കേട്ടോ ഇതിനൊക്കെ. ഇതിങ്ങനെ തുടങ്ങാനും ഇത് അവസാനിക്കാനൊക്കെ നല്ല ഭംഗി കേട്ടോ ഇത് കാണാൻ. പിന്നെന്താ നമ്മൾ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലോകത്തിലത്തെ അത്ഭുതമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, കണ്ണിൻ്റെ മുൻപിലാണിത്. എന്തായാലും അത് കാണാനുള്ള ഒരു അവസരം അള്ളാഹു തന്നു. അതിനൊക്കെ ഞാൻ പടച്ച റബ്ബിനോട് കുറേ സ്തുതി പറയുന്നുണ്ട് കേട്ടോ. കാരണം എന്താ പറയുക, അത്രയും സന്തോഷമുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ. എന്തായാലും ഈ ഡാൻസ് കാണട്ടെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡാൻസും ബുർജ് ഖലീഫയും മാത്രമൊന്നുമല്ല, ചുറ്റുമുള്ള എന്താ പറയുക ആളുകളും എന്താ പറയുക അവരുടെ ഓരോരോ എക്സ്പ്രഷനും ഞാനിങ്ങനെ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണ് അങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കണമെന്ന്. അല്ല, ഇവിടെ കൂടി നിൽക്കണവരൊക്കെ അത്ഭുതത്തിലാണ് ഇത് കാണുന്നത്. അവരുടെയൊക്കെ മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻ ഇങ്ങനെ കാണാം കേട്ടോ. വാട്ടർ ഡാൻസ് പൊളിയാണ് കേട്ടോ. ഇത് ഇത്ര ടൈമുണ്ട്, അത് അവസാനിക്കുകയും ചെയ്യും, ഇത്ര ടൈമിൽ തുടങ്ങുകയും ചെയ്യും. പിന്നെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ എന്താ പറയുക, ഒരു വിധമുള്ള ആളുകളുടെയൊക്കെ ജോബ് തീരണ ടൈമാണല്ലോ ഇത്. ചിലർ ഇപ്പോൾ എൻ്റെ ആഷിമോൻ സാറ കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്. പക്ഷേ ആഷിമോന് ചില സമയമൊക്കെ നൈറ്റായിരിക്കും, അങ്ങനെയും വരാമല്ലേ. എന്താ ജനങ്ങളെ കണ്ടില്ലേ? അയ്യോ, ഒന്നും പറയണ്ട. ലോകത്തിലത്തെ അത്ഭുതത്തിൻ്റെ എന്താ പറയുക ഒന്നാണ് ആ ബുർജ് ഖലീഫ. വാട്ടർ ഡാൻസ് അവിടെ ഒരു ഭാഗത്തു കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കണു. ബുർജ് ഖലീഫിൽ MR അങ്ങനെ ഓരോ എഴുത്തുകൾ ഇങ്ങനെ അറബി എഴുത്തിലും ഇംഗ്ലീഷ് എഴുത്തിലും അങ്ങനെ. അറബിയും ഇംഗ്ലീഷും മാത്രമല്ല കേട്ടോ, ചൈനീസ് എല്ലാ ഭാഷയിലും ഇങ്ങനെ എഴുതി പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയില്ലേ. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച് എന്തെന്ന് ന്യൂ ഇയറിന് എന്തായിരിക്കും അപ്പോൾ അവസ്ഥ അല്ലേ? ഒന്നും പറയണ്ട, നല്ല കാണാനും പിന്നെ പറയാനും കേൾക്കാനും ഒക്കെ അതിഗംഭീരമായിരിക്കും അല്ലേ. എടുത്തിട്ടും എനിക്ക് മതിയാവണില്ല കേട്ടോ ഈ ബുർജ് ഖലീഫനെ. ബാക്കിയുള്ള കെട്ടിടങ്ങളൊക്കെ നോക്ക്. ഞാൻ ആ ഫ്ലാറ്റിൻ്റെയൊക്കെ വലിപ്പം കണ്ടിട്ട് തന്നെ കണ്ണ് തള്ളി നടക്കുകയായിരുന്നു ഓരോ അവസരത്തിലും. പക്ഷേ അതിനേക്കാളൊക്കെ ആരെ തലയെടുപ്പോടെ നിൽക്കണത് ഇയാൾ തന്നെ അല്ലേ, ബുർജ് ഖലീഫ അല്ലേ. കണ്ടല്ലോ, എന്താ ഇത് പകൽ ഇത്ര തന്നെ ഇല്ല, രാത്രിയിലുള്ള ആ ഒരു മിന്നണുണ്ടല്ലോ ലൈറ്റുകളൊക്കെ എന്തോരം. അപ്പോൾ എത്ര മുകളിലാണ് അതിൻ്റെ ഫ്ലാറ്റുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പകൽ ഇത്ര തന്നെ ഒരു ഇത് കിട്ടൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് നോ. എന്തായാലും ശരി, നേരെ അതിൻ്റെ അടുത്തുനിന്ന് തന്നെ കാണാൻ പറ്റി. വാട്ടർ ഫാൾസ് എന്ന് പറയുന്നത്, വാട്ടർ ഡാൻസ് എടുക്കാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ എന്താ പറയുക 35 ദിർഹം കൊടുത്തിട്ട് ഐസ്ക്രീം അയാളിൽ നിന്ന് അങ്ങനെ അയാളെ കളിപ്പീരി കൊണ്ടിട്ട് വാങ്ങിയിട്ട് കഴിക്കാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. ഇതുണ്ടോ, ഞാൻ പറയും ബേബി അടുത്തും ആഷിമടുത്തും പാപ്പടുത്തൊക്കെ നിഫ്ഷിൻ്റെ അടുത്തും എൻ്റെ അടുത്തൊക്കെ റിനിമോളൊക്കെ പറയും ഇത് കുളമാണോ കായലാണോ എന്ന്. മനും ബേബി എന്നിട്ട് എന്നെ ചീത്ത അറിയും. ആഷിമോനും റീനും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. പാപ്പ കുറച്ച് ചിരിക്കുകയും ചെയ്യും, മുഷ് കളിയാക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് എൻ്റെ അവസ്ഥ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയില്ല കേട്ടോ.
പിന്നെ ഇതിങ്ങനെ എടുക്കുക, ഇതിങ്ങനെ യൂട്യൂബിലിടുക, അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരിക. നിങ്ങൾക്ക് നേരെ പറഞ്ഞു തരാനും എനിക്കറിയില്ല, എൻ്റെ കാര്യം പറയാലോ. എന്നാലും ശരി, അറിയണത് പോലെയൊക്കെ ഞാൻ പറഞ്ഞു തരികയാണ്. അത്ര വലിപ്പം പിന്നെ ഞാനത് ബുർജ് ഖലീഫയുടെ വലിപ്പം നോക്കണ്ട. എൻ്റെ പക്ഷേ ഞാൻ വീഡിയോ എടുക്കണത് ഇടയ്ക്ക് നോക്കും, ഇടയ്ക്ക് വേറെ ആരൊക്കെയോ നോക്കണ്ട. ആഷിമോൻ അതാ പോണു പുറകിൽ, റീനുണ്ട് പുറകിൽ, പാപ്പിയും ബേബിയും കുഞ്ഞാറ്റി എവിടെ ഇരിക്കണേന്ന് ഐ ഡോണ്ട് നോ. പിന്നെ മനു എവിടെയെന്ന് അറിയില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഭംഗിയും ഇതിൻ്റെ ലൈറ്റും ഫിറ്റ്നസ്സും, ഫിറ്റ്നസ് എന്ന് പറയുന്നത് അപ്പം ഇതെന്താ മറ്റെന്തോ, ഇതിൻ്റെ ഈ വാട്ടർ ഡാൻസും ഒക്കെ എടുക്കുകയാണ് തോന്നുന്നു മനുവിന് ഇൻസ്റ്റയിലിടാനായിരിക്കും. എനിക്ക് ഇൻസ്റ്റയില്ല, ഫേസ്ബുക്കും ഇല്ല, രണ്ടും എനിക്ക് അത്ര താല്പര്യമില്ല. ജനങ്ങളെ കണ്ടില്ലേ നിങ്ങൾ, എന്താ ജനങ്ങളല്ലേ, മൊത്തം ഇങ്ങോട്ട് സുനാമി വന്ന പോലെ എല്ലാവരും ഇവിടെ തോന്നുന്നു. എനിക്കറിയില്ല എന്താടോ, എത്ര ആളുകളാണിത് തിക്കി തിരക്കി. എന്താ പറയുക, അല്ലു അർജുൻ്റെ പുഷ്പ 2 കണ്ടിട്ട് ഒരു അമ്മ മരിച്ചത്, ഒരു 9 വയസ്സുകാരൻ്റെ അമ്മ മരിച്ചത്, അതുപോലെ എനിക്ക് പെട്ടെന്ന് കാണാൻ തോന്നുന്നു. ഈ തിരക്കിപ്പെട്ടിട്ട് ആരെങ്കിലും ഇല്ലാതാവുന്നു, അത്ര തിരക്കാണ്. എന്ത് തിരക്കെന്നറിയാം. എൻ്റെ പുഷിനോട് ഇടയ്ക്ക് പറയും, ഫോൺ ആരെങ്കിലും എടുക്കുമ്പോഴേ എനിക്ക് അത് മനസ്സിലാവുള്ളൂ പറയും. അപ്പോഴേ എനിക്ക് ഒരു പണി കിട്ടുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ പറയും. ബുഷ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരവും തരും. പിന്നെ എങ്ങനെ എന്തായാലും ശരി, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ചെയ്തല്ലാത്തൊരു കാര്യം, എനിക്കൊരു ഉപകാരമുള്ള കാര്യം, ഇത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓക്കെ അല്ലേ? ഈ ബുർജ് ഖലീഫയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം, നമ്മളിപ്പോൾ എവിടെയൊക്കെ കണ്ടു, ദുബായ് ഫ്രെയിം കണ്ടു, ഫ്യൂച്ചർ മ്യൂസിയം കണ്ടു, അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ദുബായ് മാളിലേക്ക് വന്നല്ലേ. ഇനി കണ്ടോ വാട്ടർഫോൾസ് എത്ര ഹൈറ്റിലിടോ വരുന്നത്, വെള്ളച്ചാട്ടം കണ്ടില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഭയങ്കര ഭംഗിയാണിത് കാണാൻ. ഇത് എത്രയോ മണിക്കൂറുണ്ട് കേട്ടോ. ഇത് എപ്പോഴോ തുടങ്ങും, എപ്പോഴോ അവസാനിക്കും. ഫുൾ ടൈം 24 hours ഒന്നും ഈ വാട്ടർഫോൾസ് അല്ല കേട്ടോ, ഇതിനൊക്കെ ഒരു സമയമുണ്ട്. അങ്ങനെയാണിത്. ഇനിയില്ലേ, ഇത് കഴിഞ്ഞിട്ട് വേണം വീണ്ടും നമ്മൾ ദുബായ് മാളിൽ. ഇനിയും കുറച്ചൊന്നും കണ്ടിട്ടില്ല. ദുബായ് മാളിൽ ഇനിയും കുറച്ചും കൂടെ കാണാനൊക്കെ ഉണ്ട്. അതിനെങ്ങനെ എൻ്റെ കുറുമ്പിക്ക് പെട്ടെന്നായിരിക്കും ദേഷ്യം വരിക. എൻ്റെ കുഞ്ഞാറ്റക്ക് അവൾ സ്വന്തം തലമുടിയൊക്കെ പിച്ചി പറിച്ചെടുക്കും. ഞങ്ങളോടൊക്കെ വിരൽ ചൂണ്ടിയിട്ട് ഒറ്റ എന്നറിയും. അപ്പോൾ പിന്നെ എന്താക്കി, അവൾക്ക് ഫുഡ് കൊടുക്കണ്ടേ, അവൾ ഉറക്കണ്ടേ. അപ്പോൾ നമ്മളെന്താ കിട്ടും, ഇനിയിപ്പോൾ അത് പിന്നെ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവും. അതാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മൾ ഏറ്റവും പരിഗണിക്കുന്നത് കുഞ്ഞാറ്റനെയാണ്. കുഞ്ഞാറ്റക്ക് ഡിസ്റ്റർബ് ആവണമൊന്നും നമ്മൾ ചെയ്യൂല കേട്ടോ. എന്തായാലും ശരി, ബുർജ് ഖലീഫയൊക്കെ കണ്ടല്ലോ, വാട്ടർ ഡാൻസ് കണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ആരും മറക്കില്ല കേട്ടോ. എന്തൊന്ന് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ, ഓക്കെ അല്ലേ? ഇനി ഞാൻ അടുത്ത വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സി യു.